ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അമ്മ മടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവികമായ സംരക്ഷണം എല്ലാ അമ്മമാരും തൻ്റെ മക്കൾക്ക് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തൻ്റെ മക്കളെ സുരക്ഷിതമായിട്ട് കാത്തു പരിപാലിക്കണമേ, എവിടെ പോയാലും അവർക്കൊരു കുറവും സംഭവിക്കരുതേ എന്ന് നമ്മുടെ എല്ലാ അമ്മമാരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മയും നമ്മളെപ്പറ്റിയൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ടാകുമല്ലോ. നമുക്കൊരു കുറവ് വരാതിരിക്കുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ, അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ, അമ്മയുടെ മധ്യസ്ഥം പ്രാപിക്കുന്നവരെ ഒക്കെ കാത്തുപരിപാലിക്കുവാൻ അമ്മയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. തലക്കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്കറിയാം, നിയമാവർത്തനം 31:8 കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത്, അവിടെ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, അവിടെ നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഇതുപോലെ തന്നെ പുറപ്പാട് 13:21 പറഞ്ഞു തരുന്നു, അവർക്ക് രാവും പകലും യാത്ര ചെയ്യുന്ന വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ എപ്പോഴും തമ്പുരാൻ്റെ ഒരു കരം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ, നമ്മുടെ പ്രതിസന്ധികൾ സംരക്ഷിക്കപ്പെടുവാൻ, ശത്രുവിൻ്റെ വലയത്തിൽ വീഴാതിരിക്കുവാൻ, ഇങ്ങനെ അനവധി മേഖലകളിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. എല്ലാ അമ്മമാരെ പോലെ നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ നമുക്ക് എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഓരോ ദൈനംദിന ജീവിതത്തിലും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെയാണ് കാത്തു പരിപാലിക്കപ്പെടുന്ന ദൈവിക സംരക്ഷണത്തിൽ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്നും നന്ദിയോടെ തമ്പുരാൻ്റെ മുന്നിൽ നിൽക്കുവാൻ സാധിക്കും. തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി നിറഞ്ഞ കൃതജ്ഞതയോടെ നിൽക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.